ഭക്ഷണം കൊടുക്കരുതെന്ന് ഇതിനൊക്കെ അവരൊക്കെ ഡയറ്റില്ല ജിമ്മിന് പോണവരനെ. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് മെലേക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ. ഒരു വലിയൊരു ടാസ്ക്. അതിനുള്ളിൽ ഓരോ സമയത്ത് ഷോകളുണ്ട്. കറക്റ്റ് ആ സമയത്ത് നമ്മൾ എത്തും വേണം, എവിടെയാണെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കും വേണം. പറഞ്ഞ പോലെ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു പാംഫ്ലെറ്റ് കിട്ടും. അതിൽ ഈ പാർക്കിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയിട്ട് സമയം നോക്കിയിട്ട് വേണം നമ്മൾ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിനി ഇങ്ങനെ ചുമ്മാ ചുറ്റിക്കറങ്ങി നടക്കാം. എന്റെ മോൻ പിണങ്ങിയിരിക്കണ പോലെ ഇവിടെ ഒരാളിരിക്കണേ. എൻട്രിക്ക് ഇങ്ങനെ പിണങ്ങണേന്ന് പറയണേ. ഫസ്റ്റത്തെ ഷോ എലിഫൻറ്റിൻ്റെ ഷോയാണ്. അത് 10 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. കുറച്ച് നേരം ഇങ്ങനെ സൂക്ക് ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നു. ഒറ്റയ്ക്ക് നിൽക്കണേ റൈനോ. ഫസ്റ്റത്തെ ഷോ എലിഫൻ്റ് ഷോയാണ്. തുടങ്ങണേക്കാളും മുമ്പ് നമുക്ക് ഇവരെ തൊടാനുള്ള അവസരമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഷോ ആരംഭിക്കുന്നത്. ഇതിൽ പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് ഈ എലിഫൻറ്റുകളെല്ലാം ചെയ്യുന്നത്. അത്ര നന്നായി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം ഒരു സ്റ്റോറി പോലെയാണ് ചെയ്തേക്കുന്നത്. കരിമ്പന്തോട്ടത്തിൽ ആനകൾ വന്നിട്ട് അത് നശിപ്പിക്കുകയാണ്. അപ്പോൾ വേറൊരാൾ വന്നിട്ട് ഈ വെടിമരുന്ന് വെക്കുകയാണ്. എന്നിട്ട് ആന ഒരു മയങ്ങി വീഴുന്ന ഒരു വീഴ്ചയുണ്ട്. എൻ്റെ അമ്മോ, ആക്ടിങ് കറക്റ്റ് ആ വെടിമരുന്ന് കൊള്ളുമ്പോൾ തന്നെ ആൾ ശരിക്കും അങ്ങോട്ട് വീടാണ്. അതിൽ ആൾക്കാരെ കയ്യടി ഫുള്ളും കിട്ടി. ആനയുടെ കുളിസീൻ കാണാൻ വന്നിരിക്കുക. ശിവൻ്റെ പോലെ ഒരു ചേട്ടൻ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും ഈ പാമ്പിനെ തൊടാം. പിന്നെ പേടി ഒട്ടുമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ വലിയ അതിന് മുതിർന്നില്ല. നെക്സ്റ്റ് ഒരു ഷോ എന്ന് പറയുന്നത് എനിമൽസിൻ്റെയാണ്. അവർ പറയുന്നതനുസരിച്ച് എല്ലാ എനിമൽസും ചെയ്യണത് കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു. ഇത് പുതിയതായിട്ട് അവിടെ ലോഞ്ച് ചെയ്തതാണ്. മുതലേരടി കൂടെ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് പോയത് മങ്കി ഐലാൻഡിലാണ്. പക്ഷേ ഈ മങ്കി ഐലാൻഡിൽ പോയിട്ട് ആകെ 1-2 മങ്കീസിനെ മാത്രമേ കണ്ടിട്ടുണ്ടായുള്ളൂ. സ്വന്തമായിട്ട് ഐറ്റിനറി ഉണ്ടാക്കി പോണ കാരണം കൊണ്ട് സ്ഥലങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പിന്നെ ഞങ്ങൾ പോകുന്നത് ചെറിയൊരു സ്നോ വേൾഡ്. ഒരു ഫ്ലോറുള്ളൊന്നും ഇവിടെ നോക്കി പലതരത്തിലുള്ള അച്ചാറല്ല. ഇതിൻ്റെ ചുറ്റും റെഡ് കളറിലുള്ള ബിൽഡിങ്ങുകളാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ ഡച്ച് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഏതോ ഒരു യൂറോപ്യൻ നഗരത്തിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. ഏകദേശം 300 വർഷത്തിലധികം പഴക്കമുണ്ട് ഇതിനൊക്കെ. ഇത്രയും കാലമായിട്ടും ഈ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും എത്ര ഭംഗിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ക്രൂസ്. അപ്പോൾ അതിലേക്കാണ് ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത്. ഈ ക്രൂസിലൂടെ പുഴയിലൂടെ ഈ ബോട്ടിങ്ങിന് പോകുമ്പോൾ 2 വശത്തേക്കും ആ ഒരു ഭംഗി കാണാൻ നല്ല രസമാണ്. ഒരു സ്ഥലത്താകുമ്പോൾ ബോട്ട് നിർത്തും. അവിടെ ഒരു പാർക്കാണുള്ളത്. നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു തല കീഴായിട്ടുള്ള വീട്. അപ്പം അതിൽ കുറച്ച് ഫോട്ടോസ് കണ്ടാലോ. ഇവിടുത്തെ ഏറ്റവും രസമുള്ള കാഴ്ച എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിക്ഷകളാണ്. ഓരോ റിക്ഷകളും കണ്ട ഹലോ കിറ്റി, സ്പൈഡർമാൻ, അങ്ങനെ ഓരോരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് അവർ ഡിസൈൻ ചെയ്തേക്കണേ. എന്തൊരു കളർഫുൾ ഡിസൈൻസാണ്. യാത്രയായാൽ ഇതിലൊക്കെ ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് വേറെ ലെവൽ വൈബായിരിക്കും. ഒരാൾ ഗോസ്റ്റായിട്ട് വന്നിട്ട് ആൾക്കാരൊക്കെ പേടിപ്പിക്കുകയാണ്. ഞങ്ങളുടെ അടുത്തേക്ക് അധികം വന്നില്ല, കുട്ടികളുള്ള കാരണം കൊണ്ട് ഇനി ഭയങ്കരമായിട്ട് പേടിച്ചാലോ എന്ന് വെച്ചിട്ടാണ്. ഇവിടെയാണ് ഞങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലമാണ്. അതിൽ ഓരോരോ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോരോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു വൈബ് വേറെ ലെവൽ തന്നെയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ മലയൊക്കെ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ബൈ, സീ യു.